ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട വിവരമാണ്. SIT വീണ്ടും സാമ്പിൾ ശേഖരിക്കും. SITക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു എന്ന സുപ്രധാന വിവരമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്നത്. ഇടക്കാല ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഭാഗമാണ്. SIT വീണ്ടും സാമ്പിൾ ശേഖരിക്കും. അതായത് നേരത്തെ നടന്ന 2 പരിശോധനകളും പരാജയപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഒരു പരിശോധന കൂടി അതിനുള്ള അനുമതിയാണ് SIT തേടിയത്. ഹരിമോഹൻ, അപ്പോൾ SIT അനുമതി തേടുമ്പോൾ അതിന്മേൽ കോടതി അനുകൂലമായ നിലപാട് വന്നിരിക്കുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും സ്മൃതി, SIT ചോദിച്ചിരിക്കുന്ന സാവകാശം തന്നെ ലഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വീണ്ടും സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് വീണ്ടും ഒരു ശാസ്ത്രീയ പരിശോധന കൂടി നടത്താനുള്ള അനുമതിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിൽ സന്നിധാനത്ത് ചെന്നുകൊണ്ട് വീണ്ടും പാളികളിൽ നിന്ന് വീണ്ടും ഉരുപ്പടികളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്താൻ, അതായത് VSSCയിൽ നടത്തിയ 2 പരിശോധനകൾ അത് പര്യാപ്തമല്ല കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതിൽ എന്നുള്ള കണ്ടെത്തൽ അല്ലെങ്കിൽ എന്നുള്ള നിഗമനത്തിൽ SIT എത്തിയിരുന്നു. അതാണ് ഹൈക്കോടതിയെ അറിയിച്ചത്. അതായത് ആദ്യ റിപ്പോർട്ടിലാകട്ടെ എത്ര സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. രണ്ടാമതൊരു ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നപ്പോൾ അതിൽ സ്വർണത്തിന്റെ അളവിൽ ഏറെക്കുറെ ഒരു ക്ലാരിറ്റിയിൽ എത്താൻ SITക്ക് കഴിഞ്ഞെങ്കിലും ആ പാളികൾ മാറ്റിയോ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാളികൾ മാറ്റിയോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് VSSCയുടെ ശാസ്ത്രജ്ഞരുടെ അടക്കം മൊഴിയെടുത്തപ്പോൾ പോലും ആ പാളികൾ മാറ്റിയിട്ടുണ്ടോ, ചില പാളികളിൽ മെർക്കുറിയുടെ അംശം ഒട്ടുമില്ലായിരുന്നു. എങ്ങനെയാണ് ഈ സ്വർണം പൂശുന്ന സമയത്ത് പോലും, അല്ലെ സ്വർണം പൂശി മറ്റ് രാസലായനികൾ ഉപയോഗിച്ചാൽ പോലും മെർക്കുറിയുടെ അംശം ചെറുതായിട്ടെങ്കിലും അതിലുണ്ടാകും. പക്ഷെ ചില പാളികളിൽ ആ അംശം ഇല്ല. അപ്പോൾ അതിനർത്ഥം പാളികൾ മാറ്റിയതാണോ അല്ലയോ എന്നുള്ള കാര്യമാണ് ശാസ്ത്രജ്ഞർ പങ്കുവെച്ചത്. ആ സംശയം ദൂരീകരിക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ പ്രശ്നമായിരിക്കാം ഒരുപക്ഷെ. അത് പക്ഷേ VSSCയിൽ ഇല്ല. VSSCയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം അതിന് പര്യാപ്തമല്ല എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ SIT കൂടുതൽ വീണ്ടും സാമ്പിൾ ശേഖരിക്കാനുള്ള അനുമതി തേടിയത്. ആ സാമ്പിൾ ശേഖരണത്തിലുള്ള അനുമതിയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ മാസപൂജയ്ക്ക് വേണ്ടി നട തുറക്കുന്ന സമയത്തായിരിക്കാം ആ സാമ്പിൾ ശേഖരിക്കുക. എന്നിട്ട് ആ സാമ്പിൾ നേരെ ഇനിയിപ്പോൾ എന്തായാലും VSSCയിൽ ഒരു പരിശോധന സാധ്യമല്ല. VSSCയിലെ 2 പരിശോധനകളും സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാജയമായിരുന്നത് കൊണ്ട്, പൂർണ്ണ പരാജയം അല്ലെങ്കിൽ പോലും ഒരു ഭാഗിക പരാജയമായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാമ്പിൾ ശേഖരണം നടത്തിക്കൊണ്ട് മറ്റൊരു ലാബിലേക്ക് ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ടിന്മേൽ വാദം അല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇടക്കാല റിപ്പോർട്ടിന്മേലുള്ള വിവരങ്ങളുമല്ല. കോടതി ഇപ്പോൾ SITയുടെ ഹർജിയാണ് പരിഗണിച്ചിരിക്കുന്നത്. SIT ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവാണ് വന്നിരിക്കുന്നത് അല്ലേ? SIT പറഞ്ഞത് ഹൈക്കോടതി കേട്ടിരിക്കുന്നത്. ഈ അന്വേഷണ പുരോഗതിയുടെ വിവരങ്ങൾ നേരിട്ട് അന്വേഷണ സംഘത്തലവൻ തന്നെ കോടതിയെ ധരിപ്പിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഇന്ന് നേരിട്ട്, അതായത് SP ശശിധരൻ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല, മറിച്ച് അന്വേഷണ സംഘത്തലവൻ തന്നെയായിട്ടുള്ള ADGP H വെങ്കടേഷാണ് നേരിട്ട് ഹാജരായിക്കൊണ്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ എന്താണ് അതിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അന്വേഷണ പുരോഗതിയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്, ഈ കാലയളവിൽ, അതായത് കഴിഞ്ഞ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിനും ഇതിനും ഇടയ്ക്കുള്ള കാലയളവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതുവരെയുള്ള SITയുടെ നിഗമനങ്ങൾ എല്ലാമാണ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അത് പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ളതാണ്. ആ ഇടക്കാല ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടിയുള്ള അനുമതി ഹൈക്കോടതി നൽകി എന്നുള്ളതാണ്. അതായത് 3ാം തവണയും ശാസ്ത്രീയ പരിശോധന നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. VSSCയിൽ നടത്തിയ 2 ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളിലും ഒരു അന്തിമ നിഗമനത്തിലേക്ക് ചില കാര്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പാളികൾ മാറ്റിയോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ എത്ര സ്വർണ്ണമാണ് എന്നുള്ളതിൽ ഒരു അന്തിമ കണക്കിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ SITയുടെ മുമ്പിൽ ഇപ്പോഴും ഒരു തടസ്സമായി നിലനിൽക്കുന്നുണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് മുൻപിൽ ഇത്തരമൊരു ശുപാർശ SITയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ശാസ്ത്രീയ പരിശോധനാ ഫലം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയാണ് ഹൈക്കോടതി ഇപ്പോൾ അതിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മാസപൂജയ്ക്കായി ശബരിമലയുടെ നട തുറക്കുന്ന സമയത്ത് നേരിട്ട് ചെന്നുകൊണ്ട് SITയുടെ ഒപ്പം വിദഗ്ധരും ഉണ്ടാകും. അവർ ചെന്നുകൊണ്ട് കഴിഞ്ഞ തവണ എങ്ങനെയാണോ സാമ്പിൾ ശേഖരിച്ചത് സമാനമായി തന്നെ ഇത്തവണ വീണ്ടും സാമ്പിൾ ശേഖരിക്കും. പുതിയൊരു ലാബിലേക്ക് അയക്കാൻ തന്നെയാണ് SIT ശുപാർശ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതൊരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ ആവും എന്നുള്ളതാണ്. അതിനിപ്പോൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പൂർണ്ണ രൂപത്തിൽ പുറത്തു വരുമ്പോഴായിരിക്കും അതിലൊരു വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശാസ്ത്രീയ പരിശോധനയൊക്കെ കൃത്യമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ തവണ ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമല്ല. മറിച്ച് ശാസ്ത്രീയ പരിശോധനയും അന്വേഷണത്തിന്റെ രീതികളും എല്ലാം അതേപടി തന്നെ മുന്നോട്ട് പോകണം. അതൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അതായത് ദേവസ്വം ബെഞ്ചിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റു കാര്യങ്ങളിൽ തങ്ങൾക്ക് ആശങ്കയില്ല, അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്ന് ദേവസ്വം ബെഞ്ചും ചൂണ്ടിക്കാട്ടിയതാണ്. അതുകൊണ്ട് തന്നെയാണ് SITക്ക് ഈ ശാസ്ത്രീയ പരിശോധന ഒരിക്കൽ കൂടി നടത്തണമെന്നുള്ള ആവശ്യം കൂടി ഉന്നയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അന്വേഷണം തുടർച്ചയായി നീണ്ടു പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം 3 തവണ ഈ അന്വേഷണത്തിന്റെ കാലാവധി നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ആദ്യ തവണ 6 ആഴ്ച, വീണ്ടും 6 ആഴ്ച, അതിനുശേഷം 3ാമതും 6 ആഴ്ച നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് പോലും ഈ ശബരിമലയിൽ ഇരിക്കുന്നത് ഒറിജിനൽ പാളികളാണോ ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണോ, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവച്ച പാളികളുടെ സ്വഭാവം എന്താണ്, അതിന്റെ രൂപം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.